ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനെതിരെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ മാനനഷ്ട കേസ്. പൗരത്വ നിയമത്തെ അനുകൂലിച്ച് ഡീൻ കുര്യാക്കോസ് വോട്ട് ചെയ്തു എന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് കേസ്. ആരോപണം പിൻവലിച്ച് 15 ദിവസത്തിനുള്ളിൽ പരസ്യമായി മാപ്പ് പറയണമെന്നാണ് ആവശ്യം. സന്ദീപ് രാജാക്കാട് നൽകും കൂടുതൽ വിവരങ്ങൾ. സന്ദീപ് രാജാക്കാട്, സ്ഥാനാർത്ഥികൾക്കിടയിൽ കേസുമായല്ലോ, എന്തൊക്കെയാണ് കേസിന്റെ കാര്യങ്ങൾ? തീർച്ചയായിട്ടും സുജിയ, ഈ ഇടുക്കി ജില്ലയിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇങ്ങനെ ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് മാനനഷ്ട കേസുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തിയെന്നാണ് ഡീൻ കുര്യാക്കോസിന്റെ ആരോപണം. അതിൽ പ്രധാനമായി പറയുന്നത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് സഭയിലെത്തുമ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയെന്നായിരുന്നു ജോയ്സ് ജോർജ് തൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പങ്കുവച്ചിരുന്നത്. ഇത് വളരെയധികം ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇടുക്കിയിൽ. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ ഡീൻ കുര്യാക്കോസ് വാർത്താ സമ്മേളനം അടക്കം നടത്തിയിരുന്നു. അന്ന് ഇതിനെ പ്രതികൂലിച്ച് വോട്ട് ചെയ്തതിൻ്റെ പാർലമെന്റ് രേഖകളടക്കം മാധ്യമപ്രവർത്തകർക്ക് നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം മറുപടിയും വിശദീകരണവും നൽകിയിരുന്നത്. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ 22-ാം തീയതി ഇപ്പോൾ തനിക്ക് എതിരെ ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുന്നു, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം കൂടിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 15 ദിവസത്തിനകം ഈ കാര്യങ്ങൾ പരസ്യമായി മാപ്പ് പറയണം എന്നാണ് ഇതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നിയമ നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ജോയ്സ് ജോർജിന്റെ ഒരു മറുപടിയോ വിശദീകരണമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷത്തു നിന്നുള്ള ആരുടെയും തന്നെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമായി തന്നെയാണ് ജോയ്സ് ജോർജിന് ഡീൻ കുര്യാക്കോസ് മറുപടി നൽകിയിരിക്കുന്നത്. താൻ പാർലമെന്റിൽ പോയിരുന്നു, ആ സമയത്ത് വന്ന ഈ ഒരു ബില്ലിനെതിരെ ശക്തമായ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം വീഡിയോ ഇടുന്ന സമയത്ത് ഈ ഒരു ഘട്ടത്തിൽ പാർലമെന്റിൽ പോവുകയും ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തി UDF നേതാക്കന്മാർ അല്ലെങ്കിൽ UDF MPമാർ എന്നുള്ള തരത്തിലായിരുന്നു. അതിൽ ഡീൻ കുര്യാക്കോസിന്റെ പേരെടുത്ത് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അതൊരു ചർച്ചയിലേക്ക് പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും പ്രധാനമായി ഇടതുപക്ഷം ഉയർത്തിയിരുന്ന ഒരു വിഷയം കൂടിയാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീൻ കുര്യാക്കോസ് അടക്കം വോട്ട് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് അതിലേക്കാണ് ഇപ്പോൾ നിയമ നടപടിയുമായി എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ആദ്യഘട്ടത്തിൽ തന്നെ UDF നേതാക്കന്മാരും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും അടക്കം അപകീർത്തി കേസുമായി ഡീൻ കുര്യാക്കോസ് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇടുക്കി മണ്ഡലത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത.